ഓണവിഭവങ്ങൾക്ക് മധുരം പകരാനൊരുങ്ങി പന്തളം ശർക്കര. സംസ്ഥാന സർക്കാരിന്റെ പന്തളം കടയ്ക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയുടെ ഓണവിപണി ഓഗസ്റ്റ് 26-ന് ആരംഭിക്കും. മായം ചേരാതെ ശുദ്ധമായി തയ്യാറാക്കുന്നതിനാൽ പന്തളം ശർക്കരയ്ക്ക് പ്രിയമേറെയാണ്. ഓണവിപണി കീഴടക്കാൻ തയ്യാറാവുകയാണ് പന്തളം ശർക്കരയും. കൃഷിവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഉൽപാദന കേന്ദ്രത്തിലാണ് ശർക്കരയുടെ നിർമ്മാണം. കൃഷിഫാമിലെ കൗണ്ടറിൽ കൂടി മാത്രമാണ് വിൽപ്പന. പതിയൻ ശർക്കര കിലോയ്ക്ക് 140 രൂപയും ചുക്കുണ്ടയ്ക്ക് 160 രൂപയുമാണ് വില. 8 ടണ്ണിൽ കുറയാതെ ഇത്തവണ ഉൽപാദനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃഷി ഓഫീസർ സന്ദീപ് പി കുമാർ പറഞ്ഞു. ഓണത്തിലേക്കുള്ള കരിമ്പ് ആട്ടിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8 ടൺ ശർക്കര ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പാക്കിങ്ങും മറ്റുള്ള ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ മാധുരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 25-ാം തീയതി മുതൽ നമ്മൾ ശർക്കര കൊടുത്തു തുടങ്ങുന്നതായിരിക്കും. ഓണം എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ശർക്കര പ്രോസസ്സ് ചെയ്യുന്നത്. ത്രൂ ആയിട്ട് ഒരു വർഷം മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ശർക്കര ഉൽപ്പാദിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 8 വർഷത്തെ വിളവ് കണക്കാക്കിക്കൊണ്ട് എല്ലാ വർഷവും നമുക്ക് ഈ ശർക്കര വിപണിയിലോട്ട് എത്തിക്കുന്ന രീതിയിലോട്ടുള്ള പ്രവർത്തനമാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലെ പാടത്ത് ഉൽപ്പാദിപ്പിച്ച കരിമ്പാണ് ശർക്കര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉൽപ്പാദനം 2.5 ടൺ മാത്രമായിരുന്നു. എന്നാൽ ആവശ്യക്കാരേറെയായിരുന്നു. ഇത്തവണ ഈ കുറവ് നികത്താനാണ് ശ്രമം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.